മഹാകുംഭമേളയിൽ പുണ്യസ്നാനത്തിന്റെ സുഹൃത്തുവുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാവിലെയാണ് രാഷ്ട്രപതി പ്രയാഗ്രാജിൽ പ്രത്യേക ബോട്ടിലെത്തിയത്. ഗവർണർ ആനന്ദിബെൻ പട്ടേലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. അഗസ്ത്യവത്തിലും പ്രാചീൻ ഹനുമാൻ ക്ഷേത്രത്തിലും ദ്രൗപദി മുർമു ദർശനം നടത്തും. എന്തായാലും ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രപതി. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, രാഷ്ട്രപതി ദ്രൗപദി മുർമു ത്രിവേണി സംഗമത്തിലെത്തി പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനത്തിൽ പങ്കെടുത്തിരിക്കുന്നു. ഇനിയും പ്രധാനപ്പെട്ട ക്ഷേത്ര ദർശനങ്ങൾ, അതേപോലെ തന്നെ രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട പൂജാതി കർമ്മങ്ങൾ ഈ പകൽ രാഷ്ട്രപതി ചെലവഴിക്കുന്നത് പ്രയാഗ്രാജിലാണ്. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, ഇതിനോടകം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തിയിരിക്കുകയാണ്. അതിനുശേഷം പ്രത്യേക ആരതിയിലടക്കം രാഷ്ട്രപതി പങ്കെടുത്തു കഴിഞ്ഞു. ഇനി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി. ഒന്ന്, അക്ഷയവത് എന്നുള്ള ഒരു വലിയ മഹാവൃക്ഷമുണ്ട്. അവിടെ എത്തി രാഷ്ട്രപതി അവിടെ സന്ദർശിക്കും. ഒപ്പം ഈ പ്രാചീന ഹനുമാൻ ക്ഷേത്രമുണ്ട്. അവിടെയും ദർശനത്തിനായി രാഷ്ട്രപതി എത്തുമെന്നുള്ളതാണ് രാഷ്ട്രപതി ഭവൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല, അവിടെ ഡിജിറ്റൽ കുംഭ് അനുഭവ് സെന്റർ എന്ന് പറയുന്ന അതായത് ഡിജിറ്റലായി ഈ കുംഭമേള മൊത്തം കാണുവാൻ വേണ്ടി അവിടെ പ്രത്യേക പവലിയൻ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെയും രാഷ്ട്രപതി സന്ദർശനം നടത്തും. നേരത്തെ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ ഉപരാഷ്ട്രപതിയും അടക്കം കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ഈ ഡിജിറ്റ് കുംഭ് സന്ദർശനം ചെയ്തിരുന്നു. ഇപ്പോൾ രാഷ്ട്രപതിയും അവിടെ എത്തുമെന്നുള്ളതാണ് രാഷ്ട്രപതി ഭവൻ നേരത്തെ വ്യക്തമാക്കിയത്. ത്രിവേണി സംഗമത്തിൽ പ്രത്യേക ബോട്ടിലാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അതേപോലെ തന്നെ ഗവർണർ ആനന്ദിബെൻ പട്ടേലിനുമൊപ്പം രാഷ്ട്രപതി അവിടെ ഈ ത്രിവേണി സംഗമ ഭൂമിയിലേക്ക് എത്തിയത്. അവിടെ ഈ സ്നാനകർമ്മങ്ങളിൽ പങ്കെടുത്തു, ആരതികളിൽ പങ്കെടുത്തു. തിരിച്ച് ബോട്ടിൽ ഇതിനോടകം രാഷ്ട്രപതി കരയിലേക്ക് എത്തി. ഇപ്പോൾ രാഷ്ട്രപതി അല്പസമയം വിശ്രമിക്കും. അതിനുശേഷമാണ് ഈ പ്രാചീന ഹനുമാൻ ക്ഷേത്രത്തിലും അതേപോലെ തന്നെ ഡിജിറ്റ് കുംഭ് അനുഭവ് സെന്ററിലടക്കം രാഷ്ട്രപതി സന്ദർശിക്കുക. അതിനുശേഷം ഈ മണ്ഡലേശ്വരുമായി രാഷ്ട്രപതി ഒരുപക്ഷെ കൂടിക്കാഴ്ച അല്ലെങ്കിൽ രാഷ്ട്രപതി സന്ദർശനം നടത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും രാഷ്ട്രപതി തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുക. മുഴുവൻ 8 മണിക്കൂറാണ് ഇന്ന് ഈ മഹാകുംഭനഗരിയിൽ ചെലവഴിക്കുവാൻ വേണ്ടി രാഷ്ട്രപതി ദ്രൗപദി മുർമു തീരുമാനിച്ചിരുന്നത്. ആദ്യ രാഷ്ട്രപതി ഈ മഹാകുംഭമേളയിൽ പങ്കെടുത്തു എന്നുള്ളത് ചരിത്രമാണ്. അതിനുശേഷം ഇപ്പോൾ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമുവാണ് ഈ മഹാകുംഭമേളയിൽ 144 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ചരിത്രം, അല്ലെങ്കിൽ അതാണ് വ്യക്തമാക്കുന്നത്. ഇതിനോടകം രാഷ്ട്രപതിക്ക് പുറമെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതേപോലെ തന്നെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, മുഴുവൻ ക്യാബിനറ്റ്, ഉത്തർപ്രദേശ് മന്ത്രിസഭയിലെ മുഴുവൻ ക്യാബിനറ്റ് അംഗങ്ങളും, അതേപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയിലെ പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി അടക്കമുള്ള മുതിർന്ന മന്ത്രിമാർ ഇതിനോടകം തന്നെ ഈ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തി അവിടെ വിവിധ ക്ഷേത്രങ്ങളടക്കം ദർശനം നടത്തി കഴിഞ്ഞിരുന്നു. 41 കോടി ജനങ്ങൾ ഇതിനോടകം തന്നെ മഹാകുംഭമേള സന്ദർശിച്ചു എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്കുകൾ. 26-ാം തീയതിയാണ് മഹാകുംഭമേള സമാപിക്കുക. ഇന്നിപ്പോൾ വലിയ തിരക്കാണ് ഈ കുംഭനഗരിയിൽ അനുഭവപ്പെടുക. ഇന്ന് ഈ രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗതാഗത നിയന്ത്രണമടക്കം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതറിയാതെ രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ഭക്തർ ഇപ്പോൾ ഈ ദേശീയ പാതയിൽ, ഈ പ്രയാഗ്രാജിലേക്കുള്ള പാതയിൽ അവിടെ കുടുങ്ങിയ ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഏതാണ്ട് വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 4 മണിക്കൂറിലധികം ഇപ്പോൾ ഈ ഗതാഗത കുരുക്ക് നീണ്ടു എന്നുള്ളതാണ്. കാൻപൂർ വരെ, പ്രയാഗ്രാജിൽ നിന്നും കാൻപൂർ വരെ ഉള്ള ദൂരം ഏതാണ്ട് പൂർണ്ണമായും ഒരു സ്തംഭിച്ച അവസ്ഥയാണ്. റോഡ് മാർഗം അവിടേക്ക് ഉടൻ എത്താൻ കഴിയാത്തൊരവസ്ഥയാണ്. അല്പസമയം അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയേണ്ടിയിരിക്കുന്നു ഇനി ഈ ഗതാഗത കുരുക്കൊക്കെ കഴിഞ്ഞ് ഈ വാഹനങ്ങൾ നീങ്ങുവാൻ എന്നുള്ളതാണ് ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രയാഗ്രാജിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു 3 ടയർ സുരക്ഷാ സംവിധാനമാണ് ഈ പ്രയാഗ്രാജിലുള്ളത്. ഉത്തർപ്രദേശ് പോലീസിന് പുറമെ വിവിധ സുരക്ഷാ സേനകൾ, ഒപ്പം ഈ രാഷ്ട്രപതിയുടെ പ്രത്യേക സുരക്ഷാ സംവിധാനമൊക്കെ തന്നെ അവിടെ അവരുടെ ഒരു വലയത്തിലാണ് ഇപ്പോൾ ഈ പ്രയാഗ്രാജ് എന്നുള്ളതാണ്. വലിയ ജനത്തിരക്ക് ഇന്ന് സ്നാനത്തിനും അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അഭൂതപൂർവമായ ഒരു തിരക്കാണ് ഇന്നിപ്പോൾ ഈ ഒരു സ്നാനത്തിന് അനുഭവപ്പെടുന്നത്. ഇന്ന് ജ്യോതിഷപരമായ ഏറെ പ്രത്യേകതകളുള്ള ചില ദിവസം കൂടിയാണ് എന്നുള്ളതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്നാനകർമ്മങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി വിവിധ ഭാഗങ്ങളിൽ നിന്നും വലിയ ഭക്തജന തിരക്ക് ഇവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു. ഏതാണ്ട് ഇതിനോടകം 41 കോടി ജനങ്ങൾ ഈ സ്നാനകർമ്മങ്ങൾ നിർവഹിച്ചു.
45 കോടി ജനങ്ങളെ 45 ദിവസം കൊണ്ട് 45 കോടി തീർത്ഥാടകർ എത്തുമെന്നുള്ളതാണ് ഉത്തർപ്രദേശ് ഒരു സർക്കാരിന്റെ ഒരു കണക്കുകൂട്ടൽ. അതേസമയം വരും ദിവസങ്ങളിൽ തിരക്ക് കൂടാം. ഒരുപക്ഷെ 45 കോടിയിലധികം ജനങ്ങൾ ഈ മഹാകുംഭനഗരിയിൽ തീർത്ഥാടകരായി എത്തുമെന്നുള്ളതാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. വിനോദ്, വളരെ വ്യക്തമാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ ചടങ്ങിൽ ത്രിവേണി സംഗമത്തിൽ പങ്കെടുത്തിരിക്കുന്നു. പുണ്യസ്നാന കർമ്മം നടത്തിയിരിക്കുന്നു. ഇനിയും പ്രധാനപ്പെട്ട ക്ഷേത്ര ദർശനം, വിവിധ പൂജാതി കർമ്മങ്ങളിലൊക്കെ രാഷ്ട്രപതി ഈ പകൽ പങ്കെടുക്കും. 8 മണിക്കൂർ പ്രയാഗ്രാജിൽ രാഷ്ട്രപതി ചിലവഴിക്കും എന്നുള്ള വാർത്തകളാണ് നന്ദഗോപൻ പങ്കുവച്ചത്.